നമസ്കാരം. ചരിത്രപരമായ വിജയത്തിന് ശേഷം കേരളത്തിൽ ആരാകും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ചിട്ടുള്ള വലിയ രീതിയിലുള്ള തർക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആരംഭിച്ചതാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് വി.ഡി. സതീശനും കെ.സി. വേണുഗോപാലിനും രമേശ് ചെന്നിത്തലയ്ക്കും അനുകൂലമായിട്ടുള്ള ഒട്ടനവധി കമൻറ്റുകളും ഒട്ടനവധി പോസ്റ്ററുകളും വാദങ്ങളുമൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്തിയ UDF നടത്തി ആ ഒരു തിരിച്ചുവരവിന് ശേഷം ആ ചർച്ചകൾ ഒന്നുകൂടി കൊഴുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കേരളത്തിൽ 102 സീറ്റ് നേടി UDF അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം എന്നതൊരു കീറാമുട്ടിയായി അവശേഷിക്കുന്നു. UDFനെ കാത്തിരിക്കുന്നത് ഒട്ടനവധി പ്രശ്നങ്ങളാണ്. UDFിൻ്റെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന ഇന്ദിരാ ഗ്യാരണ്ടി എന്ന ഒരു വലിയൊരു വാഗ്ദാനം, ആ വാഗ്ദാനം പാലിക്കാൻ UDFന് എത്രമാത്രം സാധിക്കും എന്നത് കേരള സമൂഹം ചോദിക്കുന്ന ചോദ്യമാണ്. ഒട്ടനവധി വിഷയങ്ങൾ പ്രതിപക്ഷം 35 പേരേ ഉള്ളൂ എങ്കിലും ആ 35 പേരും ശക്തരാണ്. മാത്രമല്ല BJPയുടെ 3 പേരുണ്ട്. 38 പേർ ശക്തമായ എതിർപ്പുമായി മുന്നോട്ട് നിൽക്കുമ്പോൾ കേരളം കാണാൻ പോകുന്ന വലിയൊരു സമരത്തിൻ്റെ മുഖമാണ്. ഇനി മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് തിരികെ വരാം. വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് കുറച്ച് MLA മാർ ആഗ്രഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ വി.ഡി. സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച ആളാണ്. കഴിഞ്ഞ 5 വർഷക്കാലം കേരളത്തിൽ പ്രതിപക്ഷ നേതാവ് എന്ന സ്ഥാനം വളരെ ഭംഗിയായി നിർവഹിച്ച ഒരു വ്യക്തിയാണ് വി.ഡി. സതീശൻ. പക്ഷേ ഒരു മുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് ഈ അനായാസം അത് കടക്കാമെന്നത് സംശയമാണ്. പ്രധാന കാരണമെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തല എന്നത് തന്നെയാണ്. ഹൈക്കമാൻഡുമായി നല്ല ബന്ധമുള്ള ആളാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനാണ് ഏറ്റവും അധികം സാധ്യത. ഒരു സമവായം എന്ന രീതിയിൽ ചെന്നിത്തല മുഖ്യമന്ത്രിയാവുകയും ആഭ്യന്തരം വി.ഡി. സതീശനെ കൈമാറുകയും ചെയ്യുന്ന ഒരു ഫോർമുല ആയിരിക്കും ഏറ്റവും അനുയോജ്യമായ രീതിയിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഞായറാഴ്ചയ്ക്കകത്ത് തന്നെ മുഖ്യമന്ത്രി ആരാണ് എന്നത്, കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നത് പ്രഖ്യാപിക്കുമെന്ന് ഹൈക്കമാൻഡ് അറിയിച്ചിരിക്കുന്നു. നിരീക്ഷകർ എത്തി തുടങ്ങിയിരിക്കുന്നു. ആരെത്തിയാലും എന്ത് സംഭവിച്ചാലും കേരളത്തിലെ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകണം. കേരളത്തിനൊരു മുഖ്യമന്ത്രി ഉണ്ടാകണം. അത് തീരുമാനിക്കാൻ കോൺഗ്രസിന് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.